ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേത് 21ാമത്തെ നോമ്പാണ് കേട്ടോ. ഇനി കുറച്ച് നോമ്പുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പെരുന്നാൾ ആവാറായി. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലെ കുറച്ച് നേരത്തെ തന്നെ എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഇന്നലെ നമ്മുടെ പള്ളിയിലത്തെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അത്താഴത്തിന് നമ്മൾ അത് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയും ഇതാ അവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹേസുട്ടന് കുറുക്ക് കഴിച്ചാണ്. ഇന്ന് കാപ്പൊടിയും റാഗിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഹേസുട്ടന് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഹേസുട്ടൻ്റെ ഫുഡ് റൂട്ടീനും കാര്യങ്ങളും കാണിക്കാവേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറുക്ക് കാച്ചി വെച്ചതിന് ശേഷം ഞാൻ നമസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹേസുട്ടൻ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമസ്കരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്യുകയാണ്. രാത്രിയിൽ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് പോകുന്നതുകൊണ്ട് അറിയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. വെള്ളം തീർന്നു പോയാലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ രാവിലെ സുബൈയുടെ ടൈം ആകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഉറങ്ങുന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വെള്ളം കഴിഞ്ഞാലും അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ സുബൈയുടെ സമയത്താണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് സുബൈയുടെ സമയത്തൊന്നും വലിയ രീതിയിൽ ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കതക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കതക് തുറന്നപ്പോഴാണ് ആ ഒരു സീക്രട്ട് മനസ്സിലായത് കേട്ടോ. ആ ഒരു ഡിസംബർ ടൈമിലൊക്കെയുള്ള ആ ഒരു തണുത്ത കാറ്റ് പോലത്തെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മച്ചി കുറച്ച് നേരം പുറത്ത് ഇറങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു, നല്ല കാറ്റുള്ളത് കൊണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ തന്നെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് പടികൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6:30 ആയപ്പോൾ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഹേസുട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. കുറേ നേരം ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ നല്ലോണം ചുമയും ഇന്നലെ രാത്രിയിൽ ചെറുതായിട്ടൊരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ സമയത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊടുക്കാനായിട്ട് പോയതാണ്. പക്ഷേ ആൾ എവിടെയും നിൽക്കാതെ ഉള്ള ഓട്ടമായിരുന്നേ. അങ്ങനെ വെള്ളമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രഷൊക്കെ ചെയ്ത് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ജടയൊക്കെ കളഞ്ഞിട്ട് മുടിയൊക്കെ വാരി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊന്ന് പിടിക്കുന്ന സമയം കൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞിട്ട് ഹേസുട്ടനെ അവിടെ കളിക്കാനാക്കിയതിന് ശേഷം ഞാൻ റൂം ഒന്ന് ഒതുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ ഈ ഒരു റാക്ക് വൃത്തിയാക്കാമെന്ന് വിചാരിക്കായിരുന്നു. പക്ഷേ പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും വൃത്തിയാക്കണമെന്ന് കരുതിയിട്ട് കയറി ഒരു നനഞ്ഞ ടവലൊക്കെ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു കേട്ടോ. അതിനിടയിൽ തന്നെ ഹേസുട്ടൻ കാലിൽ ഇതുമൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ലക്ഷ്യയുടെ സിനിമയിലൊക്കെ തളയ്ക്കുന്നത് ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് തന്ത്രിയാടാ നിന്നെ തളച്ചതെന്ന്. എപ്പോഴും ഇതേപോലെ കാലിലിട്ടുകൊണ്ട് നടക്കുകയെ. അങ്ങനെ ആ ഒരു റാക്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം പൊടി ഉണ്ടായിരുന്നു. ഹേസുട്ടന് ആ ഒരു തുമ്മലും കാര്യങ്ങളൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു പൊടിയുള്ളത് കൊണ്ടായിരിക്കും എന്ന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ തുമ്മലും കാര്യങ്ങളൊക്കെ എപ്പോഴും തുടങ്ങിയിട്ടുണ്ട് ഹേസുട്ടനും. ഈ ഒരു അലർജി ആർക്കും വരരുതേന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അമ്മാതിരി വൃത്തിയിട്ട ഒരു അസുഖമാണ് ഈ ഒരു അലർജി എന്ന് പറയുന്നത്. ബുക്ക് എടുക്കാൻ പറ്റില്ല, പുതിയ തുണികൾ എടുക്കാൻ പറ്റില്ല, പഴയ തുണികൾ എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഫുൾ ആ ഒരു റൂം ഭിത്തി സഹിതം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ മാറ്റി തറയിലൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് എവിടെയാണ് സ്ഥലം, എപ്പോഴും മഴയാണല്ലോ എന്നൊക്കെ. കുറച്ച് ഉള്ളിലേക്കാണ്, ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രത്തുനിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. നമ്മുടെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് കല്ലറ മുതുവിളയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എപ്പോഴും തണുപ്പാവുന്ന സമയത്തും പ്രശ്നമാണല്ലോ. നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ വീടിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു പ്രശ്നം അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും തൂത്തും തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പൊടിയും പൂപ്പലൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഡ്രസ്സിൻ്റെ റാക്കാണെന്നുണ്ടെങ്കിലും അലമാരി ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മുടെ ഷെൽഫുകളാണെന്നുണ്ടെങ്കിലും എപ്പോഴും പൊടിയും അതേപോലെ തന്നെ തണുപ്പടിച്ചിട്ട് പൂപ്പലും ഒക്കെ വരാറുണ്ട്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഉള്ളതാണ്. മുമ്പൊക്കെ ഓരോരുത്തരും നമ്മൾ വിളിച്ചാൽ കിട്ടുമായിരുന്നു കേട്ടോ. അടുത്തൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ വന്ന് സഹായിക്കാനൊക്കെ വരും. പക്ഷേ ഇപ്പോൾ എല്ലാവരും മറ്റേ ഷോപ്പുകളിലും കാര്യങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മുടെ സ്ഥിരം ഹെൽപ്പർമാരൊന്നും ഇപ്പോൾ വരാറില്ല കേട്ടോ. അവർക്കൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മച്ചി ഇപ്പോൾ ക്ലീൻ ചെയ്ത് നമുക്ക് നല്ലോണം തുമ്മൽ വരാറുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല പണികൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ തുമ്മലും കാര്യങ്ങളും വേറെ പറയാനുണ്ട്. അങ്ങനെയാണ്. അതിനിടയിൽ തന്നെ വൃത്തിയായിക്കൊണ്ടിരുന്ന സമയത്ത് ഹേസോട്ടൻ്റെ സ്നാക്ക് ടൈമിൽ കുറച്ച് ചിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ എല്ലാം കൊണ്ട് നടന്നതല്ലാതെ ഒരെണ്ണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് വഴക്ക് പറയുന്ന സമയത്ത് ഒരെണ്ണം എടുത്ത് വായിൽ വെക്കും. അതിനിടയിൽ തന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഹേസോട്ടൻ്റെ ഡ്രസ്സായിരുന്നു. എപ്പോഴും ഡ്രസ്സൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്യാനുള്ളൊരു ത്വരയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ദേഹത്തൊക്കെ ഫുള്ള് പൊടി അഴുക്കൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. തലയിൽ ഓൾറെഡി എണ്ണ തേച്ചിട്ട് നിൽക്കുകയായിരുന്നതുകൊണ്ട് ഒരുപാട് നേരം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഹേസോട്ടനെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടോപ്പ് ഓർമ്മയുണ്ടോ? ഇന്നലെ ഞാൻ ഒരു 6 എണ്ണം വരുന്ന സെറ്റ് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലുള്ള ഒരെണ്ണമാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, അധികം ചൂടൊന്നുമില്ല, 3/4 കൈയാണ്, നല്ല സ്റ്റിച്ചിങ് ആണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായി. പ്രാവശ്യം വന്ന ആ ഒരു ടോപ്പുകളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കളറുമായിരുന്നു. അങ്ങനെ രാവിലത്തെ പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊന്ന് ആശ്വാസം ഉണ്ടായിരുന്നു. ഹേസൂട്ടന് അതിനിടയിൽ തന്നെ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഫ്രഷ് ആക്കുന്നതിന് മുന്നേ തന്നെ. കാരണം ചിപ്സ് ഒട്ടും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഹാള് കൂടിയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ റൂമൊക്കെ എല്ലാം തുടച്ച് ക്ലീനാക്കി വന്നപ്പോഴേക്കും ഹാളിലൊക്കെ ഒരു പരുവാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഹാളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് തുടച്ചിട്ടൊക്കെയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളിച്ചൊക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ ഈ ഒരു അൺബോക്സിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഹേസൂട്ടൻ്റെ ഡ്രസ്സാണ് 3 എണ്ണം വരുന്ന ഒരു കോംബോ സെറ്റാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹേസൂട്ടന് നാട്ടിൽ വന്നതിന് ശേഷം എല്ലാം ഞാൻ അവിടെ നിന്ന് ഒരുവിധം അവന് വലുതായിട്ട് തോന്നിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ വെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് വലിയ ഡ്രസ്സുകളെല്ലാം കൊണ്ടുവന്നു. ബാക്കിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടീഷർട്ടും കുഞ്ഞു നിക്കറൊക്കെ ഉള്ള ആ ഒരു സെറ്റായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. അധികം വേറെ രീതിയിലുള്ള മിക്സിങ് ആയിട്ടുള്ള കോട്ടൺ ഒന്നും അല്ല, പ്യുവർ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ്. കഴുകിയായാലും കുഴപ്പമില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെ ഡൂക്ലി സെറ്റപ്പിലുള്ള ഐറ്റം അല്ലാന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പക്ഷേ റേറ്റ് എനിക്ക് തോന്നുന്നു 300 സംതിങ് മാത്രമേ ഉള്ളൂ ഈ 3 എണ്ണത്തിനും കൂടി. നല്ല ഓഫർ നടക്കുന്നുണ്ട് മീഷോയിൽ. ഞാൻ വന്ന സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഹേസൂട്ടിനാണെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കണമെന്നാണ് വിചാരിച്ചത്. ഷോപ്പിൽ പോയി. പിന്നെ ഞാൻ ഇവനെയും കൊണ്ട് നടക്കില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. വന്നു കഴിഞ്ഞിട്ട് ഫുള്ള് വീട്ടിലിടാനാണെന്നുണ്ടെങ്കിലും ഹേസൂട്ടിനാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാതെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയത് വാങ്ങിക്കാം, അത് തന്നെ യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പഴയ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലോണം പൊടിയും കാര്യങ്ങളും അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിവതും 2-3 എണ്ണം ജസ്റ്റ് എടുത്ത് വരുന്നതിന് മുന്നേ ഉമ്മച്ചീൻ്റെ അടുത്ത് കുറച്ച് ജോഡി എടുത്ത് കഴുകി ഇടാൻ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തുമ്മി ഊപ്പാട് വരും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വയ്യ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു ഉറക്കം അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഹേസൂട്ടനും എൻ്റെ കൂടെ തന്നെ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒട്ടും വയ്യായിരുന്നു കേട്ടോ. കാരണം ഈ നോമ്പ് ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് നല്ലോണം ടയേർഡ് ആവുന്നുണ്ട്. എഡിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറക്കമൊന്നും ശരിയാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ പറയാറില്ലേ, ഫീഡിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നോമ്പ് നന്നായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് നമസ്കരിച്ചതിന് ശേഷം ഇഫ്താറിനുള്ള പണിയിലൊക്കെയാണ്. ഹേസൂട്ടൻ ഇപ്പോഴും മമ്മോ അമ്മച്ചി മുകളിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് മമ്മോ എന്ന് പറഞ്ഞ് വിളിക്കും കേട്ടോ. അങ്ങനെ വാപ്പച്ചി പറഞ്ഞു മമ്മൊന്നും ഇല്ല, മമ്മ പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു കേട്ടോ. വാപ്പച്ചിയും അമ്മച്ചിയും ഭയങ്കര വിഷമമായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ മമ്മ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാറുണ്ട്. അവനങ്ങനെ ലീവ് കിട്ടാറില്ല. 1-2 ദിവസം മാക്സിമം നിൽക്കാറുള്ളൂ. 3 ദിവസമൊക്കെ നിൽക്കുന്നത് അങ്ങനെ റെയറാണ്. നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പോയാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മോമോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദമാവും കുറച്ച് ഓയിലും ഉപ്പും കൂടി ചേർത്തിട്ട് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. ഞാൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമൂസ ഷീറ്റ് ഇന്നലത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്നലെല്ലാം മെനഞ്ഞാന്നത്തോടു കൂടി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മാവൊക്കെ ശരിയാക്കിയിട്ട് സമൂസ ഷീറ്റ് പോലെ ആക്കി അതിൽ
സമൂസ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ ഞാൻ മടിച്ചു, എന്നും ഇങ്ങനെ ഓയിൽ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട്, മൈദയാണ് കേട്ടോ, എങ്കിലും ഓയിൽ ഒരുപാട് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മോമോസ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള തരത്തിലാണ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നല്ലൊരു പരുവാക്കി എടുക്കുന്ന സമയത്ത് നല്ല ബോൾസായിട്ട് വലിയ രീതിയിൽ ഒട്ടാണ്ട് ആ ഒരു ചപ്പാത്തിക്കുള്ള ആ ഒരു രീതിയല്ല, കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണേ. അതിനുശേഷം മാവിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചിക്കൻ സമൂസയുടെ അതേ ഫില്ലിങ് തന്നെയാണ് കേട്ടോ. അതേ ഫില്ലിങ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, ചിക്കനും ക്യാരറ്റും ഉള്ളിയും കൂടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു മിക്സിങ്ങാണ്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ആദ്യം പ്രസ്സിൽ വെച്ചിട്ട് ചെയ്താർക്ക് അത് ശരിയാവുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതേപോലെ ഒരു നൈസായിട്ടുള്ള കവർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി ഓരോ ബോൾസായിട്ട് കുഞ്ഞു ബോൾസായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഓരോ ബോൾസായിട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തി കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്ന ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായത് ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ. എവിടെയോ ഇതേപോലെ ഡംപ്ലിങ്സോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്ന സമയത്ത് അവരിങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു മോമോസ് തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസി ആണല്ലോ എന്ന്. കണ്ടത് ചിലതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് തോന്നും, പക്ഷേ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എൻ്റെ മോമോസിൽ കുറച്ച് ഫില്ലിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും എത്തിച്ചു ഞാൻ. അങ്ങനെ ബോൾസൊക്കെ റെഡിയാക്കി. ഫസ്റ്റ് അറ്റംപ്റ്റിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള മോമോസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റൊക്കെ പാളിപ്പോയി, രണ്ടാമത്തെ തവണ കുറച്ചുകൂടെ നേരെയായി. പിന്നെ മൂന്നാമത്തെ തവണയൊക്കെ ആയപ്പോൾ ഹേസൂട്ടൻ്റെ വാശിയും കരച്ചിലൊക്കെ ആയതുകൊണ്ട് പിന്നീടുള്ളത് പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇഡ്ഡലി തട്ട് വെച്ചു. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ വെച്ച സമയത്ത് ഞാൻ ആദ്യം പ്ലേറ്റിൽ എണ്ണ തടവിയതിന് ശേഷമാണ് കേട്ടോ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് ഐഡിയ പൂർവ്വം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റത്തെ ആ ഒരു ടൈമിൽ ഇളക്കുന്ന സമയത്ത് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അല്ലേ നമ്മുടെ ബെറോട്ടയുടെ മാവ് പോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഓയിലൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ തമ്മിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു തട്ടിൽ. പക്ഷേ അതിൻ്റെ 4 സൈഡിൽ ആ തട്ടിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗത്തൊന്നും ഞാൻ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു മോമോസൊക്കെ ആവി കയറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം മുന്തിരിയും ഈത്തപ്പഴവും പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ജ്യൂസൊക്കെ റെഡിയാക്കി ടേബിൾ ചെയ്ത സമയത്ത് നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത സമയത്ത് ഇതേപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു സൈഡിലത്തെ ആ ഒരു ഏരിയയിൽ ഞാൻ എണ്ണയൊന്നും തടവിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇളകി വരാനായിട്ട് ആ ഒരു ഏരിയയിലുള്ള മോമോസ് വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു മിനി അറ്റാക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം കുത്തിയിരുന്നാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഒട്ടി ആ ഒരു ഷേപ്പൊക്കെ ഇല്ലാതാകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. അങ്ങനെ ആ ഒരു സൈഡിലുള്ള ഐറ്റംസ് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ എടുത്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ചൂട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടി വരുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാനത് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആവി കയറിയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ തന്നെ ഉമ്മച്ചി പുറത്ത് വെച്ചിട്ട് നല്ല മീനൊക്കെ മുളകിട്ട കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതലും ഇപ്പം ഗ്യാസ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഷോർട്ടേജ് വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കൂടുതലും നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. പുറത്ത് ഒരു കിച്ചണുണ്ട്, കുഞ്ഞ് കിച്ചണുണ്ട്, നല്ല വിറകുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാക്സിമം അവിടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഗ്യാസ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്താലും പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും നമ്മളെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അങ്ങനെ എല്ലാം പ്ലേറ്റൊക്കെ ചെയ്തിട്ട് ടേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഇന്നൊരു വലിയൊരു ട്രാജഡി നടന്നിട്ടുണ്ടായിരുന്നേ. ട്രാജഡി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. മോമോസൊക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, സത്യം പറയാമല്ലോ. നമുക്ക് ആ ഒരു സമൂസയുടെ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ഒരു സോസൊക്കെ കൂട്ടി കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാപ്പച്ചി പിന്നെ ചിക്കൻ ഒട്ടും കഴിക്കാത്തത് കൊണ്ട് വാപ്പച്ചി ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഉമ്മച്ചി സമൂസയായിരുന്നു നല്ലത്, ഇതെന്തോ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ട് ഉമ്മച്ചി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നുകൊണ്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ഹേസൂട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കച്ചപ്പ് മാത്രം എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നേ. അത് മാത്രം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മച്ചി എടുത്ത് ഒളിപ്പിക്കാനായിട്ട് നോക്കിയ സമയത്ത് എൻ്റെ ഇരുന്ന പൈനാപ്പിൾ ജ്യൂസ് തട്ടി മറിഞ്ഞ് അത് ദേഹത്തൊക്കെ ആയി. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമസ്കരിച്ചു. അങ്ങനെ കുറേ നേരത്തെ പണിയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പൈനാപ്പിളിൻ്റെ സ്മെല്ല് എല്ലായിടത്തും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഡ്രസ്സ് അപ്പോൾ തന്നെ കഴുകി പുറത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ മഴ പെയ്യുമെന്ന് തോന്നുന്നു. അതിനുശേഷം നമസ്കരിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഹേസൂട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ എന്നെ കിടത്തി ഉറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ മഴയൊക്കെ പെയ്യുമെന്നുണ്ടെങ്കിലും നല്ലോണം ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു പൈനാപ്പിൾ എൻ്റെ പുറത്ത് വീഴുന്ന സമയത്ത് ഞാൻ ഇന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ദേഹമൊക്കെ കഴുകിയതാണ്. അതിനുശേഷം നമസ്കരിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസൂട്ടന് ചോറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നേരെ പാത്രം കിടക്കുന്ന കണ്ടപ്പോൾ ഒരു തൊരയായിരുന്നു എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്യണമെന്നുള്ളത്. അപ്പച്ചി നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പെരയിടത്തിലൊക്കെ പോയി അതിനുശേഷം വന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഉമ്മച്ചി എന്തായാലും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. വയ്യായിരുന്നു കേട്ടോ, തൊണ്ടവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ രണ്ടുപേരടുത്തും റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ട് ഞാനായിരുന്നു ഇന്ന് കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളും. ഹേസറ്റിനും ഫുഡൊക്കെ കൊടുത്തിട്ട് ഒതുക്കിയത് കൊണ്ട് നൈസായിട്ട് വാപ്പച്ചിയുടെ അടുത്ത് കുറച്ച് നേരം ഒന്ന് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ഹേസറ്റിനെയും ദേഹമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു സെറ്റാണ് കേട്ടോ ഇത്. ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോമ്പോയിലുള്ള വേറൊരു സെറ്റാണിത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കോട്ടണൊന്നും അല്ല കേട്ടോ, പക്ഷേ നല്ല കംഫർട്ടബിളാണ്. ഒരുപാട് ചൂടൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ടാഗിങ് ഓപ്ഷനൊന്നും എനിക്ക് വന്നിട്ടില്ല. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കുറച്ച് പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് വരാത്തത്. അത് ഇൻഷാ അല്ലാഹ് ഞാനൊരു വേറൊരു വ്ളോഗിൽ പറയാം കേട്ടോ എന്താണ് പ്രശ്നം പറ്റിയെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത നമ്മുടെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ലവ് യു ഓൾ.